കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം എന്താണ്? ആ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ ഇന്ന് ആരായിട്ടാണ് ഭക്തരെ കാണാനിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുമായിട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലൂടെ വരികയാണ്. അപ്പോൾ ആ ഗണപതി അമ്പലത്തിലെത്തി അവിടെ വന്നിട്ട് ഗണപതിയെ കണ്ട് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് തൊഴാൻ പോവാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോഴോ എന്താ മനോഹരമായിട്ടില്ല, കാരണം അവിടെ യാതൊരു തിരക്കുമില്ല. വളരെ സുഗമമായിട്ട് നമുക്ക് ദർശനം നടത്താം. എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് ഇനി നമുക്ക് നേരെ ആ ഗോപുര നടയിലേക്ക് പോവാം. ഗോപുര നടയിൽ നിന്ന് ഗോപുരവാതിലിലൂടെ അകത്ത് കടന്ന് നേരെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുൻപിലെത്താൻ വേണ്ടി ഉള്ള ആ പ്രയാണം തുടങ്ങാം. അങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്, നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ പ്രാദേശിക ക്യൂവും അതുപോലെ മറ്റ് ടോക്കണുകളൊന്നുമില്ല. എന്നിരുന്നാലും നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ കൊടിമരത്തിൻ്റെ അതിനെ നേരെ വിടുകയാണ് ഭക്തരെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ മേൽപ്പത്തൂരിനെ ഒന്ന് കണ്ട് വന്ദിക്കാം. അതുപോലെ നാരായണ ഇപ്പുറത്തേക്ക് സൈഡിൽ നോക്കിയാൽ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് കാണാം, അതൊന്ന് തൊഴാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് നോക്കുകയാണ് കേട്ടോ. ശ്രീലകത്തെ ഭഗവാന്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ നമ്മളെ കണ്ണിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് ആകെ കാണുന്നത് അവിടുന്ന് കാണുമ്പോൾ ആ ഒരു ദീപത്തിൻ്റെ പ്രഭയാണ്. അങ്ങനെ ഇങ്ങനെ നോക്കി കൂടുതൽ നോക്കുമ്പോഴാണ് ആ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണുന്നത്. ആ കാൽപാദങ്ങൾ, രണ്ട് കാലുകൾ ഇങ്ങനെ പിണച്ചിട്ട് ആ രണ്ട് കാലിങ്ങനെ കാൽത്തളകൾ കാണുന്നു. മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിങ്ങിണിയൊക്കെ അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. ഇന്ന് ഭഗവാൻ നമുക്കേ കദളിപ്പഴമാണ് കേട്ടോ തരുന്നത്. ഒരു കദളിപ്പഴമേ ഉള്ളൂ, ആർക്കാ തരികയെന്നറിയില്ല. കദളിപ്പഴമുണ്ട്, വലത്തെ കയ്യിൽ കദളിപ്പഴമുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഇന്നലെ പൊന്നോടക്കുഴൽ പിടിച്ച മുരളീധരനായിട്ടായിരുന്നു, ഇന്നിപ്പോൾ കദളിപ്പഴം കൂടി ഉണ്ട് കയ്യിൽ. അപ്പോൾ ആർക്കാണ് ആ കദളിപ്പഴം തരികയെന്നറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, തരികച്ച വാങ്ങാലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന രൂപമാണ് കളഭം കൊണ്ടുള്ള അലങ്കാരമാണ് കാണുന്നത്. ആ കളഭം കൊണ്ട് അങ്ങനെ അലങ്കരിച്ച പഴമൊക്കെ എന്താ രസം എന്നറിയോ? കദളിപ്പഴം ഇങ്ങനെ കാണാണ്ട്. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം എന്നുള്ള ആ പാട്ടൊക്കെ ഓർമ്മ വരും. അപ്പോൾ കദളിപ്പഴമൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഒരെണ്ണം ബാക്കി വെച്ചിരുന്നു അദ്ദേഹം. അത് നമുക്ക് ആർക്കോ ഒരു ഭക്തന് തരാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് തന്നെ ആവുമെന്ന് നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് തൊഴുക. അപ്പോൾ നമുക്കുള്ളതാ വെച്ചാൽ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ എന്തായാലും ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ കയ്യിൽ കദളിപ്പഴം പിടിച്ച ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന മനോഹരമായ കണ്ണൻ്റെ തിരുമുഖത്ത് വളരെ പുഞ്ചിരിയാണ് കേട്ടോ. ഭക്തരോടുള്ള പുഞ്ചിരിയാണ്. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഞാൻ തീർത്തു തരുന്നു, ഞാനടക്കം വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങളും പരിഹാരം കാണാൻ ആ ഗുരുവായൂരപ്പൻ തന്നെ, ആ പൊന്നുണ്ണിക്കണ്ണൻ തന്നെ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ വിശ്വാസത്തിലാണ് ഞാനും ജീവിക്കുന്നതേ. എല്ലാവർക്കും ഉണ്ട്. നമുക്കൊക്കെ എന്നെയൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുക എന്താ വെച്ചാൽ, നിങ്ങൾ അതിഭാഗ്യവാനാണ്, ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ ഇങ്ങനെ നിൽക്കാലോ, ആ ഗുരുവായൂരപ്പൻ്റെ ഏത് പൂജയും തൊഴാലോ എന്നൊക്കെ പറയണം. പക്ഷെ നമുക്കൊക്കെയും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം, അതായത് ആ കണ്ണൻ്റെ മായയിൽ നമ്മളെ കളിപ്പിക്കുക എന്നുള്ളത് അറിഞ്ഞിട്ട് കൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എന്താ, എൻ്റെ ഈ പ്രശ്നം തീർത്ത് തരണേ, എൻ്റെ ആ പ്രശ്നം തീർത്ത് തരണേ എന്നാണ്. അപ്പോൾ എനിക്കും വിഷമമില്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ, എനിക്കും വിഷമമുണ്ട്, ധാരാളം വിഷമങ്ങളുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ, ഗുരുവായൂരപ്പനെ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് തൊഴാൻ കിട്ടും. ആ ഒരൊറ്റ ഗുണമാണ് ജീവിതത്തിലുള്ള ആകെ സമ്പാദ്യം. അപ്പോൾ
അങ്ങനെ ഞാനിന്ന് എൻ്റെ കാര്യം കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ ധാരാളം ആളുകൾ പറയുന്നുണ്ട് അവരുടെ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ സമ്പന്നതയിലല്ല ജീവിക്കുന്നതെങ്കിൽ കൂടി, പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് സമ്പന്നതയാണ്. നമുക്ക് സാമ്പത്തികം എന്നുള്ള ഒരു സമ്പന്നത ഇല്ലെങ്കിൽ കൂടി മറ്റു കാര്യങ്ങൾ, അതായത് ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള കാര്യത്തിൽ സമ്പന്നൻ തന്നെയാണ്. അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. കാരണം നമ്മൾ നിത്യേന ഇദ്ദേഹത്തെ തന്നെയാണ് പൂജിക്കുന്നത്. ആ ഒരു കടാക്ഷം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതങ്ങൾ തള്ളി നീക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ്, തിരുമുമ്പിലാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. ഗുരുവായൂരപ്പൻ്റെ നടയിലാണ്. നമ്മൾ ഗുരുവായൂരപ്പനോട് വീണ് കേണപേക്ഷിക്കുകയാണ്. അങ്ങനെ കാണുമ്പോൾ അതേമാതിരി തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്, ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. ഇന്ന് തെച്ചിയും തുളസിയും ഒരു എന്താ പറയുക, റോസ് പൂ പോലത്തെ ഒരു കനകാംബരാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ 2 മാലകളുണ്ട്. തിരുമുടിമാല തെച്ചിയും തുളസിയാണ്. ഒന്ന് താമരമുട്ടുകൊണ്ടുമുണ്ട്. അങ്ങനെ 2 തിരുമുടിമാലകളും 2 ഉണ്ടമാലകളും ഉണ്ട്. നമ്മളെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ പുഞ്ചിരിച്ചിട്ട് തന്നെ ആൾ നിൽക്കണതേ. അപ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് കണ്ട് തൊഴുത് ഇറങ്ങിയിട്ട് നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി നേരെ നോക്കുമ്പോൾ നമ്മളെ തിടപ്പള്ളി കാണാം. തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴാം. കാരണം വിഘ്നേശ്വരൻ്റെ ഗണപതി ഹോമമൊക്കെ നടത്തുന്ന തിടപ്പള്ളിയാണ്. ഭഗവാന് ഭക്ഷണം പാകം ചെയ്യുന്ന, നേദ്യം തയ്യാറാക്കുന്ന ആ സ്ഥലമാണ്. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് നേരെ നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് നടക്കുകയാണ്. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അവിടേക്ക് എത്തി. വിഘ്നേശ്വരൻ്റെ അവിടെ എത്തി കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ടു തൊഴുതു. സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. ഒരു മുട്ടുമാല മാത്രമേ ഉള്ളൂ ഒന്ന് സരസ്വതി ദേവിക്ക്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ചെറിയ ഗണേശനെ കാണാം. അത് കഴിഞ്ഞ മത്സ്യം, കൂർമ്മം, വരാഹം തൊട്ടിട്ടുള്ള നരസിംഹം വരെയുള്ള അവതാരങ്ങളൊരു കൊത്തിയ ആ ശില്പങ്ങൾ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അർച്ചന പ്രസാദം വാങ്ങി തൊഴുത് നേരെ നമുക്ക് അനന്തപത്മനാഭസ്വാമീനെ കാണാം. പത്മനാഭസ്വാമിയുടെ അവിടെ കണ്ട് തൊഴുത് നിറയെ തുളസിപ്പൂ കൊണ്ടുള്ള മാലകളാണ് വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിനെ കണ്ട് തൊഴുത് നേരെ സാഷ്ടാംഗം നമസ്കരിക്കാം. പുറകുവശത്തായിട്ട് അങ്ങനെ നമസ്കരിച്ച് നേരെ അങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്ന് കാണാം. കണ്ട് നേരെ കണ്ണനേതാ നല്ല തുളസിമാല കൊടുത്തിട്ടുണ്ട്. മുരുകൻ്റെ അവിടെയും ഭസ്മം കൊണ്ടുണ്ട്. ഇന്ന് ആഞ്ജനേയന് ധാരാളം മാലകളാണ്. വെറ്റിലമാലയും ഒക്കെ പാടെ നിറച്ചും മാലകളാണ്. കുങ്കുമം ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഇന്നലെ തീരെ ഉണ്ടായിരുന്നില്ല, ഒരു മാല മാത്രമായിരുന്നു. അപ്പം ആഞ്ജനേയനെ കണ്ട് തൊഴുതു. അങ്ങനെ നമ്മൾ ആ ഓവിൻ്റെ അവിടെ എത്തി. ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. നേരെ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കടന്ന് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു. അവിടെയും പ്രാർത്ഥിച്ചു. മണിക്കിണർ കണ്ടു. അത് കഴിഞ്ഞ് നേരെ നൃത്തറയിലേക്ക് നോക്കി നൃത്തം ചെയ്യുന്ന കണ്ണനെ കണ്ടു. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്ത് കിടക്കുകയാണ്. പുറത്ത് കിടന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ നേരെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവുകയാണ്. അവിടെയും തിരക്കാണ് കേട്ടോ. എന്നാലും ഇതിലൂടെയൊക്കെയാണ് പോയാൽ അവിടെ എത്താം. അങ്ങനെ ഭഗവതിയെ കാണാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മ നല്ല പട്ട് സാരിയൊക്കെ ഉടുത്ത് മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെയാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും കണ്ട് തൊഴുതു. ഇനി നേരെ മമ്മിയൂരപ്പനെ കാണാൻ പോവാം.
മമ്മിയൂരപ്പൻ്റെ അവിടെ വന്നിട്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള മന്ത്രാക്ഷരി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അങ്ങനെ തൊഴുത് മമ്മിയൂരപ്പനെ സ്മരിച്ച് നേരെ കൊടിമരത്തിൻ്റെ അതിലൂടെ ഇങ്ങോട്ട് വരാം. അവിടെ ഒന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി കൂത്തമ്പലത്തിൻ്റെ അവിടെ നിന്ന് കിടാവിളക്ക് കാണുന്നു. അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ അടുത്തേക്ക് വരാം. അയ്യപ്പൻ്റെ അടുത്ത് വന്ന് കണ്ട് തൊഴാം. അവിടെയും അതേ ആ നീല പട്ടൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. നിറയെ ഗോളകയൊക്കെ ഇറക്കി കളഭം കൊണ്ട് ചന്ദനം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ തൊഴുത് ഒന്ന് പ്രദക്ഷിണമായിട്ട് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് എത്താം. പടിഞ്ഞാറ് നടയിലെത്തിയ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ അവിടുന്ന് നേരെ ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപവും അതുപോലെ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഇന്നത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം നമ്മൾ ദർശിച്ചു. എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം ദർശിച്ചു. അപ്പോൾ ആ ഒരു ദർശിച്ച പുണ്യം എല്ലാവരിലേക്കും എത്തും. അങ്ങനെ തൊഴുത് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാവരും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം.